ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വൈറ്റ് സോസ് പാസ്തയാണ്. ഇറ്റാലിയൻ ഫുഡുകളിലെ മെയിനായിട്ടുള്ളൊരു വിഭവമാണല്ലോ പാസ്ത. ഈ പാസ്ത വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾക്ക് വീട്ടിൽ തയ്യാറാക്കാം. ഇതിലോട്ട് പല വെറൈറ്റി പേസ്റ്റും നമ്മൾക്ക് തയ്യാറാക്കാൻ കഴിയും. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഈ പാസ്തയിൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാസ്തയും വൈറ്റ് സോസും കൂടിയുള്ളതാണ്. ഇത് തയ്യാറാക്കുവാനായി ആദ്യം പാസ്തയൊന്ന് വേവിച്ചെടുക്കുക. പിന്നീട് അതിലോട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കും. പിന്നീട് വൈറ്റ് സോസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കും. പിന്നീട് വൈറ്റ് സോസിലേക്ക് വേവിച്ച് വെച്ച പാസ്തയും വെജിറ്റബിൾസും മിക്സ് ചെയ്ത് തയ്യാറാക്കിയെടുക്കും. ഇങ്ങനെയാണ് വൈറ്റ് സോസ് പാസ്ത തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കുവാനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പെന്ന പാസ്തയാണ്. പലതരത്തിലുള്ള പാസ്തയും ഉണ്ട്. ലസാനിയ, മക്രോണി, സ്പഗറ്റി അങ്ങനെ പലതരത്തിലുള്ള പാസ്തയും ഉണ്ട്. ഇത് തയ്യാറാക്കുവാനായി പെന്ന പാസ്ത തന്നെ വേണമെന്നില്ല. മക്രോണി വെച്ചും നമ്മൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 500 ഗ്രാം പാസ്തയാണ് ഇതിനായി എടുത്തിട്ടുള്ളത്. ഇത് വേവിക്കുവാൻ ആവശ്യമായ വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. അതിലോട്ട് ആവശ്യമായ ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ ചേർക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, കാരണം ഇത് ഡ്രൈഡ് പാസ്തയാണ്. ഇതിലോട്ട് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച പാസ്ത ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് തുറന്നു വെച്ച് തന്നെ വേവിച്ചെടുക്കാവുന്നതാണ്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് അതിലോട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് തയ്യാറാക്കിയെടുക്കണം. ഇതിനായി ഒരു കടായി ചൂടായതിന് ശേഷം അതിലോട്ട് കുറച്ച് ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ മൂന്നിലൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ചെറുതായിട്ടെറിഞ്ഞ വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റും ക്യാപ്സിക്കയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം അതിലോട്ട് ക്യാരറ്റ് ഒന്ന് ചേർത്ത് അത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചതിന് ശേഷം അതിലോട്ട് ക്യാപ്സിക്കയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി അതിൻ്റെ ആ പച്ചമണം പോകുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിലോട്ട് നമ്മൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് വേറെയും ചേർത്ത് കൊടുക്കാം. ബീൻസോ മഷ്റൂമോ കോണോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഇത് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ചില്ലി ഫ്ലെക്സ്, കുരുമുളക് പൊടി, അതിലോട്ട് ആവശ്യമായ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ വെജിറ്റബിൾസുകൾ ഒരു 35-40 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ക്യാപ്സിക്കൻ അധികം വെന്ത് കുഴഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് അതിലോട്ടുള്ള വെജിറ്റബിൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ പാസ്ത ഇതാ ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പാസ്ത ഒരു 90% വരെ വെന്ത് കിട്ടിയാൽ മതി. ഈ പാസ്ത വേവുവാനായി ഒരു 10 മിനിറ്റ് സമയമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ പാസ്ത വെള്ളത്തിൽ നിന്നും വാർത്തെടുക്കണം. ഇപ്പോൾ ഇതാ വെള്ളം നല്ലതുപോലെ വാർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് വൈറ്റ് സോസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായി ഒരു കടായി അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ചൂടായതിന് ശേഷം അതിലോട്ട് അല്പം ഒലീവ് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് ബട്ടറോ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 3 ടീസ്പൂൺ മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് 250 ml ഒരു കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് കുറേശ്ശെയായി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതൊറ്റയടിക്ക് മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കരുത്. കുറേശ്ശെ ചേർത്ത് കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ആ കറക്റ്റ് പരുവത്തിന് കിട്ടുകയുള്ളൂ. ഇപ്പോഴിതാ ആ നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കറക്റ്റായിട്ടുണ്ടോ എന്നറിയുവാൻ വേണ്ടി 1 ടീസ്പൂൺ അതിൽ മുക്കിയതിന് ശേഷം അതിൻ്റെ പുറംഭാഗം ഒന്ന് കൈകൊണ്ട് വരച്ച് നോക്കുമ്പോൾ അത് ഇളകിപ്പോകാതെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് എങ്കിൽ ഇതാ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അത് കറക്റ്റായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഇനി അതിലോട്ട് ആവശ്യമായ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് അതിലോട്ട് ചില്ലി ഫ്ലെക്സ്, അല്പം കുരുമുളക് പൊടി ഇത് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക.
ഇതെല്ലാം തീ ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച പാസ്ത അതിലോട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോഴിതാ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച വെജിറ്റബിൾസും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തയ്യാറാക്കിയെടുക്കുക. ഇപ്പോഴിതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് വളരെ ചൂടോടുകൂടെ തന്നെയാണ് നമ്മൾ സെർവ് ചെയ്യേണ്ടത്. നമ്മളിത് വിളമ്പുന്ന സമയത്ത് കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതല്ല ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് അല്പം ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് ചൂടാറിയതിന് ശേഷമാണ് നിങ്ങൾ സെർവ് ചെയ്യുന്നത് എങ്കിൽ ഇത് കുറച്ച് കട്ടിയായി പോയിട്ടുണ്ടാകും. അപ്പോൾ ഇതിലോട്ട് കുറച്ച് ചൂടുപാൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. വീഡിയോക്കുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കല്ലേ.